നടിയെ ആക്രമിച്ച കേസ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ദിലീപിനെതിരായ ഗൂഢാലോചന കേസിൽ തെളിവ് ശേഖരണം ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കുന്നത്. അതേസമയം ദിലീപിന്റെ സ്വപ്ന പദ്ധതിയായ ചാലക്കുടിയിലെ തിയേറ്റർ സമുച്ചയമായ ഡി സിനിമാസ് കഴിഞ്ഞ ദിവസമാണ് നഗരസഭയുടെ തീരുമാനത്തെ തുടർന്ന് അടച്ചുപൂട്ടിയത്. നിസാര കാരണം ചൂണ്ടിക്കാട്ടി ഡി സിനിമാസിനെതിരെ നടപടിയെടുത്തത് ദിലീപിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ആരോപണം ഉയരുന്നത്. ഈ ആരോപണം വെറുതെ ഉന്നയിക്കുന്നതല്ല, വ്യക്തമായ കാരണങ്ങളുണ്ട്. ഭൂമി കയ്യേറിയില്ല. ഡി സിനിമാസിനെതിരെ നിരവധി ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടും കെട്ടിട നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ടതുമായിരുന്നു അവ. എന്നാൽ ഡി സിനിമാസ് ഭൂമി കയ്യേറി നിർമ്മിച്ചതല്ലെന്ന് സർവേ വിഭാഗം കണ്ടെത്തി. നഗരസഭയുടെ അനുമതിയില്ലാതെ വൈദ്യുതി മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡി സിനിമാസ് പൂട്ടിച്ചിരിക്കുന്നത്. ഇത് ദിലീപിനെതിരെയുള്ള പകപോക്കൽ മാത്രമാണെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ചാലക്കുടിയിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്കെതിരെ ഒന്നുമില്ലാത്ത നടപടിയാണ് ദിലീപിന്റെ തിയേറ്ററിനെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ജീവനക്കാർ രോഷം കൊള്ളുന്നു. ഈ വീഡിയോ ദിലീപ് ഓൺലൈനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂമി കയ്യേറ്റമോ നിർമ്മാണത്തിലെ അപാകതയോ കണ്ടെത്താൻ പരാജയപ്പെട്ടതിനാലാണ് ഉയർന്ന വോൾട്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ ഡി സിനിമാസിൽ ഉണ്ടെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ തിയേറ്റർ പൂട്ടിക്കാനും തീരുമാനിച്ചു. കേരളത്തിലെ ഭൂരിപക്ഷം തിയേറ്ററുകളിലും ഉയർന്ന വോൾട്ടിലുള്ള മോട്ടോറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഡി സിനിമാസ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അവിടെയൊന്നുമില്ലാത്ത പ്രശ്നം ഇവിടെ മാത്രം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നതിൽ ഒരു കഴമ്പില്ലാതില്ല. ഇക്കാര്യം തിയേറ്റർ പൂട്ടിക്കാൻ വന്ന മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നായിരുന്നു അത്രേ. ഇതെല്ലാം തന്നെ ദിലീപിനെതിരെ നടക്കുന്ന ആസൂത്രിത നീക്കമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഡി സിനിമാസിന് തിയേറ്റർ മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാവിധ ലൈസൻസുകളും ഉണ്ടെന്ന് തിയേറ്റർ ജീവനക്കാർ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി ആവശ്യമുള്ള എല്ലാ ലൈസൻസുകളും പുതുക്കിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡി സിനിമാസ് പൂട്ടിച്ചത് ദിലീപിനെതിരെയുള്ള വ്യക്തമായ അജണ്ട നടപ്പാക്കലാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷമായി ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ വന്നുവെന്നും ഇവർ ചോദിക്കുന്നു. ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ആരാണ് അധികൃതർക്ക് പിന്നിലുള്ള ശക്തിയെന്നും ജീവനക്കാർ ചോദിക്കുന്നു. തിയേറ്റർ പൂട്ടിക്കുന്നതിന് തലേദിവസം മുനിസിപ്പാലിറ്റി അധികൃതർ വന്ന് ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിരുന്നു. പൊടുന്നനെ അത് മാറി. കഴിഞ്ഞ ദിവസം തിയേറ്റർ പൂട്ടാൻ നോട്ടീസ് നൽകിയാൽ കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങുമെന്ന് അവർക്ക് അറിയാവുന്നതിനാലാണ് പൊടുന്നനെ വന്ന് അടപ്പിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. വന്ന ഉദ്യോഗസ്ഥർ പകപോക്കലോടെയാണത്രേ കാര്യങ്ങൾ നടപ്പാക്കിയത്. ദിലീപിന്റെ ശത്രുക്കളെല്ലാം വളരെ പ്ലാനിങ്ങോടെ നടപ്പാക്കുന്നുവെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. നികുതി അടയ്ക്കുന്നതിലും ഡി സിനിമാസ് വീഴ്ച വരുത്തിയിട്ടില്ല. 2.5 കോടിയോളം രൂപ ചാലക്കുടി നഗരസഭയിലേക്ക് നികുതി അടച്ചിട്ടുണ്ട്. ഡി സിനിമാസ് പൂട്ടിച്ച സ്ഥിതിക്ക് ഇനി ദേ പൊട്ടിനു നേരെയും ആക്രമണം പ്രതീക്ഷിക്കുന്നുവെന്ന് ഇവർ പറയുന്നു. ഡി സിനിമാസ് പൂട്ടിക്കുന്നതിനിടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷവും ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.